ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു മസാല കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്നതാണ്. ഇത് ഓവനിലും എയർ ഫ്രയറിലോ അല്ലാതെയോ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ബിസ്ക്കറ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് 1.5 കപ്പ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് അരിച്ചാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ വേണ്ടുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് പിന്നെ വേണ്ടത് കറുത്ത എള്ളാണ് ഞാൻ ഇട്ടെടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ. നമുക്ക് വെളുത്ത എള്ളുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. പിന്നെ വേണ്ടുന്നത് ഒരു 1/4 കപ്പ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ 4 ഏലക്കയും അല്പം പട്ടയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതും കൂടെ അടിച്ചെടുത്തുകൊണ്ട് വരാം. അത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടുന്ന കുറച്ച് മസാലയാണ്. ഇത് മസാല ബിസ്ക്കറ്റ് അല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. അതായത് 5-6 മുളക് എടുത്തിട്ടുണ്ട്, ഉണക്കമുളക്, പിന്നെ 3 ടേബിൾ സ്പൂണോളം തേങ്ങയും, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, അല്പം കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി ഒരു 7 എണ്ണം, പിന്നെ 1 ടീസ്പൂണോളം വലിയ ജീരകമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം എണ്ണ ഒഴിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. നിങ്ങൾ ഒരു 1/2 ടീസ്പൂണോളം നെയ്യോ എണ്ണയോ ബട്ടറോ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ വേണ്ട, ഒന്ന് വഴറ്റിയെടുക്കുക. ആ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട് മാത്രം. ഒന്ന് വലുതായിട്ടൊന്ന് വഴറ്റിയൊന്നും വേണ്ട. ആദ്യം ഉള്ളിയും മുളകും ഇട്ട് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ടായിരുന്നു, ഇതിട്ട് പോയി. പിന്നെ ഇഞ്ചി ഒന്ന് ചെറുതായി അരിഞ്ഞതും, പിന്നെ വെളുത്തുള്ളിയും തേങ്ങയും ബാക്കി എല്ലാം ഒന്ന് ചുറ്റ് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. മൂക്കൊന്നും വേണ്ട, പച്ചപ്പൊന്ന് മാറി കിട്ടിയാൽ അത്രയും മതി. പിന്നെ തണുത്തതിന് ശേഷം ആദ്യമേ മുളക് അത് അരയാൻ പാടല്ലേ, ആദ്യം മുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. കൂട്ടത്തിൽ അരഞ്ഞ് കിട്ടാൻ പാടാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ബാക്കിയെല്ലാം കൂടെ ഇട്ട് അതുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. നന്നായിട്ട് അരയൊന്നും വേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ അതൊന്നിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ വേണ്ടുന്നത് 100 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം. അത് മെൽറ്റായി വന്നതാണ്. അതൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ ആ പഞ്ചസാരയും കൂടെ ചേർത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് അതും കൂടെ ഇതിൽ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാരയൊക്കെ നേരത്തെ പൊടിച്ചതായതുകൊണ്ട് പെട്ടെന്ന് അലിഞ്ഞിട്ട് ഇനി അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച് മൈദ മിക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ മസാല മിക്സും, ഇത് ക്രഷ് ചെയ്ത ഒരു 8-10 അണ്ടിപ്പരിപ്പാണ്, അതൊന്ന് ക്രഷ് ചെയ്തെടുത്താണ്. ഇത് കടിക്കും, നല്ല ടേസ്റ്റാണിത്. കുട്ടിയൊക്കെ ആയാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വലിയ മധുരമില്ല, ഒരല്പം എരിയും. പിന്നെ നിങ്ങൾക്ക് എരിയുടെ അളവ് കൂടുതൽ വേണമെങ്കിൽ മുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ഞാൻ ഇവിടെ എരി കുറച്ച് മതി, അതുകൊണ്ട് കുറച്ച് മുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് മാവ് കൂടെ വേണ്ടി വന്നിട്ടുണ്ട്. ഞാനൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്, അതിൽ ഇത്ര ബാക്കി വന്നിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്ത് ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമുക്ക് ചപ്പാത്തിയുടെ മാവ് കുഴക്കില്ല, ആ പരുവത്തിന് വേണം ഇത് കുഴച്ചെടുക്കാൻ. വെള്ളം ലൂസായി തോന്നുന്നെങ്കിൽ മാവ് ചേർക്കാം, അഥവാ കട്ടിയായിട്ടിരിക്കുന്നെങ്കിൽ അല്പം പാലൂടെ ചേർത്ത് കുഴച്ചാൽ മതി. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് വേണം ഇത് കുഴച്ചെടുക്കുക. അത് നോക്കി ചെയ്താൽ മതി. ലൂസ് വേണമെങ്കിൽ അല്പം പാൽ കൂടെ ചേർത്താൽ മതി.
ഇതിപ്പോൾ എനിക്ക് മാവാണ് ചേർക്കേണ്ടി വന്ന് അല്പം ലൂസ് പോലെ തോന്നിയുണ്ട്. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ഷേപ്പ് ആക്കുന്നതെന്ന് നോക്കാം. ഇതേപോലെ നമുക്ക് കൈ വെച്ച് ഇതേപോലെ സൈഡ് കൂർത്തിരിക്കുക, ഇതേപോലെ എല്ലായിടും ഒരേപോലെ ഇരിക്കണം, അല്ലെങ്കിൽ സൈഡ് കരിഞ്ഞു പോകും. അതിനാണ് ഇങ്ങനെ ഇതേപോലെ നമുക്ക് ഷേപ്പാക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇത് പരത്തിയിട്ട് ഇത് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ചപ്പാത്തി പലകയിൽ വെച്ച് ഒന്ന് പരത്തിയെടുത്ത്, വലിയ കട്ടിയാവാൻ പാടില്ല, കട്ടിയായ ഉള്ളു വേവാൻ പാടാണ്. അതുകൊണ്ടൊരു തിക്നെസ് എന്ന് പറയുമ്പോൾ ഒരു 1/4 ഇഞ്ചിലും അല്പം കൂടുതൽ കട്ടിയാവാവും. ഇതേപോലൊരു പാത്രം എടുത്ത്, ഇതേപോലെയുള്ള ചെറിയ പാത്രം എടുത്ത് ഇതേപോലെ നമുക്ക് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഇനി ഇതേപോലെ ഉരുട്ടി ഇതേപോലെ നമുക്ക് ഷേപ്പിന് എടുക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. പിന്നെ ഇതൊരു കട്ടറാണ്. ഇത് ഞാൻ ഇവിടെ മുമ്പ് മേടിച്ച് തരുന്നതാണ്. അത് വെച്ച് ഇതേപോലെ പീസിൻ്റെയൊക്കെ കട്ടറാണ്. ഇതേപോലെ നമുക്കെടുക്കാം. നിങ്ങൾ അതിലുള്ള ഏത് ഇത് വെച്ചാലും ആ അളവിന് നമുക്കിതേപോലെ ഷേപ്പാക്കി കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കൈ ഒന്നുമില്ലാതെ തന്നെ കൈ വെച്ച് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണിത്. ഞാനിത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇതേപോലെ എത്ര എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രം, ഞാൻ ഒരു അലൂമിനിയം പാത്രം സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റൗ ടോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. മുട്ടയാണിത്. മുട്ട ഒന്ന് അടിച്ചെടുത്ത് ഒന്ന് എല്ലായിടത്തും ബ്രഷ് ചെയ്ത് കൊടുക്കും. നല്ല ഗ്ലേസിങ്, നല്ല തിളക്കം കിട്ടും ഈ കുക്കീസിന്. എല്ലായിടത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക മുട്ട. എന്നിട്ട് 10 മിനിറ്റ് മുമ്പേ പ്രീ ഹീറ്റ് ചെയ്തതിന് ഇതിൽ വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 20-25 മിനിറ്റ് ഇടയ്ക്കൊന്ന് നോക്കണം. പിന്നെ ഇത് എയർ ഫ്രയറിലൊന്ന് വെക്കാനാണ്. ഇത് 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 160 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ടാണ് ഇതെടുത്തിരിക്കുന്നത്. അതേപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്കിതിൽ നിന്നിട്ട് നിരത്തി കൊടുക്കാം. ഇത് ഗ്യാപ്പിട്ട് വേണം നിരത്താനുള്ളത്. ഇത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതാണ്. 10 മിനിറ്റ് ഞാൻ ചെയ്തിരുന്നു. പിന്നെ അതിൻ്റെ മുകളിലും ഇതേപോലെ മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഇവിടെ തരാൻ മറക്കരുത്. ഇത് 160 ഡിഗ്രിയിൽ ആദ്യം ഒരു 15 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓവൻ ഉണ്ടെങ്കിൽ അതിൽ വേണമെങ്കിലും വെക്കാം. ഞാനിപ്പോൾ ഓവനിൽ വെക്കുന്നില്ല, എയർ ഫ്രയറിലാണ് ഞാൻ വെച്ചത്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് നോക്കാം. മുകളിലൊക്കെ നല്ല കളർഫുള്ളായിട്ടൊക്കെ വന്നിട്ടുണ്ട്, ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. മേൽഭാഗമൊക്കെ നമുക്കൊന്ന് അടിഭാഗം ഇരിക്കുന്ന നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് ഞാനൊരു 5 മിനിറ്റ് കൂടെ ഞാൻ വെച്ചായിരുന്നു. തിരിച്ചെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ എയർ ഫ്രയർ എൻ്റെ ബർത്ത്ഡേക്ക് മോൻ ഗിഫ്റ്റായിട്ട് തന്നെയാണ്. അമ്മ കുക്കിംഗ് വീഡിയോ ചെയ്യല്ലേ എന്നും പറഞ്ഞ് ഈ നോമ്പ് സമയത്ത് എൻ്റെ ഇളയ മോൻ ഗിഫ്റ്റായിട്ട് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് എനിക്ക് ഈ എയർ ഫ്രയർ.
പിന്നെ ഞാനൊരു 160 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് കൂടെ വെച്ചായിരുന്നു. ആ സമയത്ത് ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരു 20-25 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. എല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ബിസ്ക്കറ്റ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ്. ഉണ്ട്, നല്ല ക്രിസ്പിയാണിത്. നമ്മളിന്നുണ്ടാക്കിയാൽ പിറ്റേന്ന് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല ഒടിഞ്ഞ് വരും, നല്ല ക്രിസ്പിയാണിത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.